GST-യിലുണ്ടായ വർധനവ് സംസ്ഥാനത്ത് ലോട്ടറിയുടെ വിലയെ ബാധിച്ചില്ലെങ്കിലും ഏജന്റുമാരുടെ കമ്മീഷനെ അടക്കം ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ലോട്ടറിയുടെ GST 28% നിന്ന് 40% ഉയർന്നിരിക്കുകയാണ്. ലോട്ടറി ടിക്കറ്റ് വില ഉയർത്തുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നുവെങ്കിലും സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല. വില വർദ്ധിപ്പിച്ചാൽ ടിക്കറ്റ് വിൽപ്പനയെ കാര്യമായി ബാധിക്കുമെന്നതിനാൽ സമ്മാനത്തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്തി നിലവിലെ പ്രതിസന്ധി കുറയ്ക്കാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. കമ്മീഷനിലും സമ്മാനത്തുകയിലും മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അത് ഏതൊക്കെ നിലയിലാണ് ബാധിക്കുകയെന്നതിൽ ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല. അതേസമയം വിഷയത്തിൽ സമരത്തിനൊരുങ്ങുകയാണ് INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ. ഇന്ന് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന GST-യുടെ വർധനവ് 28% GST-യിൽ നിന്നും 40% ലോട്ടറിയിൽ മാറിയതുകൊണ്ട് ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. ലോട്ടറി ഏജന്റുമാർക്ക് കിട്ടുന്ന കമ്മീഷനിൽ വലിയ കുറവ് വരികയാൻ പോകുന്നു. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ 40% വർധനവോടുകൂടി 3.65 പൈസ 50 രൂപയുടെ ഒരു ടിക്കറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും കൂടി GST ആയിട്ട് ലഭിക്കുന്നു. ഈ GST ആയിട്ട് ലഭിക്കുന്ന ഈ പൈസ കേരള ഗവൺമെൻറ് കിട്ടുന്ന ഈ പൈസയിൽ നിന്നും കേരള ഗവൺമെൻറ് കിട്ടുന്ന ₹1.82 അതിൽ നിന്നും ₹1 കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ലോട്ടറി ഏജൻറ്റുമാർക്ക് നൽകണമെന്ന് ഗവൺമെൻറ്റുമായി ചർച്ചയിൽ ഒരു തീരുമാനം വന്നതാണ്. പക്ഷേ കേരള ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോട്ട് പോയി. അത് 40 പൈസയായിട്ട് കുറച്ചു. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടമെന്ന് പറഞ്ഞാൽ 5000 രൂപയുടെ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഏജൻറ്റിന് കമ്മീഷനായിട്ട് കിട്ടുന്ന 600 രൂപയാണ്. ഇപ്പോൾ GST വർദ്ധിച്ചതോടുകൂടി 40% ആക്കിയതോടുകൂടി 5000 രൂപയുടെ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഏജൻറ്റിന് കിട്ടുന്നത് വെറും 450 രൂപയായിട്ട് 150 രൂപയുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ എല്ലാ പ്രൈസിലും അതേപോലെയുള്ള കുറവ് വരികയാണ്. അത് നമ്മുടെ ഈ ആയിരക്കണക്കിന് ഏജൻറ്റുമാരുടെ ജീവിതത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. അത് കേരള ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരമുണ്ടാക്കിയില്ല എങ്കിൽ ശക്തമായ സമരമായിട്ട് കേരളത്തിലെ INTUC നേതൃത്വം നൽകുന്ന ട്രേഡ് യൂണിയൻ ലോട്ടറിയുടെ ട്രേഡ് യൂണിയൻ ശക്തമായ സമരത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. 28-ാം തീയതി കേരള വ്യാപകമായി കരിദിനം ആചരിക്കാൻ വേണ്ടി INTUCയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും കേരളത്തിലെ ലോട്ടറി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾക്ക് തൊഴിലാളി സംഘടനകൾ തയ്യാറാകേണ്ടി വരുമെന്ന് ഗവൺമെൻറ് അറിയിക്കുകയാണ്. കേരള ഗവൺമെൻറ് കിട്ടുന്ന ₹1.82 നിന്നും ₹1 ഏജൻറ്റുമാർക്കായിട്ട് മാറ്റിവെക്കുക. 40 പൈസ എന്നുള്ളത് ₹1 ആയിട്ട് വർദ്ധിപ്പിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതോടൊപ്പം തന്നെ പ്രൈസ് വർദ്ധിപ്പിക്കുക. ഇപ്പോൾ 5000-ൻ്റെ പ്രൈസ് 20 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 18-19 ആയിട്ട് കുറച്ചു. അങ്ങനെ എല്ലാ പ്രൈസുകളും ഗവൺമെൻറ് കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോട്ടറിയിൽ സാധാരണക്കാർക്കുള്ള ആകർഷണം കുറയുകയാണ്. പ്രൈസ് കുറയ്ക്കുമ്പോൾ ലോട്ടറി എടുക്കാനുള്ള ഇത് ജനങ്ങൾക്ക് താല്പര്യമില്ലായ്മ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖല ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഏജൻറ്റുമാർ എടുക്കുന്ന ലോട്ടറികളിൽ വിൽക്കാതെ വരും. അതുകൊണ്ട് അവർക്കൊക്കെ വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയി അവർക്ക് കിട്ടുന്ന GST-യിൽ നിന്ന് ഒരു വിഭാഗം ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഏജൻറ്റുമാരും ലോട്ടറി തൊഴിലാളികളും സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായില്ല എങ്കിൽ അതിശക്തമായ സമരത്തിന് INTUC നേതൃത്വം നൽകേണ്ടി വരുമെന്ന് അറിയിക്കുന്നു. ഈ സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ വിഷയം ഇപ്പോൾ ലോട്ടറി മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കൊണ്ട് ഉപജീവന മാർഗമായിട്ട് ഒരു തൊഴിലായിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുന്നത്. നമുക്കറിയാം, അംഗവൈകല്യമുള്ളവരൊക്കെ ഈ ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ജീവിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ വരുമാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ ഞങ്ങൾ തൊഴിലാളി പക്ഷത്തിൽ നിന്നുകൊണ്ട് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകേണ്ടി വരും. ആദ്യഘട്ടത്തിൽ കരിദിനവും പിന്നീട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരവും ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾക്കാണ് INTUC ആഹ്വാനം ചെയ്തിട്ടുള്ളത്. GST വർധനവ് കമ്മീഷനിൽ അടക്കം ഏതൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് എന്നത് സംബന്ധിച്ച് ലോട്ടറി ഏജന്റുമാർക്കും അതോടൊപ്പം തന്നെ കച്ചവടക്കാർക്കുമൊന്നും വ്യക്തമായ ധാരണ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.